Hey guys, it's me Rooney. Welcome back to another episode of Minecraft Let's Play. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ആ കേവ് കൂടി ഒന്ന് പോയിട്ട് മൈൻ ചെയ്തു. നമ്മുടെ മൈനിങ് റൂമിൻ്റെ കേവ് കൂടി പോയിട്ട് അയണൊക്കെ ഒന്ന് മൈൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നത് ആ ഒരു ഏരിയയിൽ നിന്നാണ്. നേരെ ഒരു കേവ് കൂടി അങ്ങനെ പോയിട്ട് അവസാനം കേവിന്ന് ഞാൻ നേരെ മുകളിലോട്ടാണ് പറഞ്ഞിട്ട് കയറിയൊക്കെ ചെയ്ത്. അപ്പോൾ അന്ന് ഞാൻ ആ ഒരു ഏരിയയിലെത്തണം. അപ്പോൾ ഞാൻ ആദ്യം തുറന്ന് കയറിയപ്പോൾ ഒരു സ്കെൽട്ടൺ സ്പോണറിൻ്റെ അടുത്തായിരുന്നു ചെന്നത്. അവിടെ ഞാൻ ആ സ്പോണറിന് ചുറ്റും ലൈറ്റൊക്കെ ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലൂട്ട് ചെയ്തില്ല. അപ്പം നമുക്ക് ഇന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കണം. അവിടെ XP ഫാം ഉണ്ടാക്കണം. നമുക്ക് കാണാൻ കഴിഞ്ഞ എൻ്റെ അടുത്ത് ഒരു 35 അയൺ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് 50 അയണും കൂടി അധികം കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു സ്കെൽട്ടൻ്റെ XP ഫാം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റിസോഴ്സ് വേണം. അതിൻ്റെ ലിസ്റ്റ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തായാലും ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് വേണമല്ലോ. ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓ എൻ്റെ പ്ലാന്റ് ഇല്ലല്ലേ. കുറച്ച് പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് 3 ചെസ്റ്റ് വേണം. പക്ഷേ ഓൾറെഡി 2 ഒരു സ്പോണറിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഇനി 1 മതി. 1 വെച്ചാൽ നമുക്കൊരു ഹോപ്പറാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് ഉണ്ടാക്കിക്കണം. പിന്നെ ടോർച്ചാണ്. ടോർച്ചിൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. ഞാൻ മറ്റേ കേവ് ഞാൻ കുറേ ലൈറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ടോർച്ചിൻ്റെ ഉണ്ടോ ഇപ്പോഴത്തെ എപ്പിസോഡ്സിൻ്റെ ടോർച്ചിൻ്റെ ഉണ്ടോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കറക്റ്റ് ഒന്നും ഓർമ്മയില്ല. നമുക്കൊരു ട്രാപ്പ് ഡോർ വേണം. അത് അയൺ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ആവശ്യമുള്ള ഏകദേശം സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ടെക്സ്ചർ പാക്കിൻ്റെ ചെറിയ കടകളാണ്. ഹോപ്പറിൻ്റെ വലിപ്പം നോക്ക്. ഓക്കെ, ഇതൊക്കെ നമുക്കൊന്നും കൂടെ സൈഡിലോട്ട് എടുത്തേക്കാം. ഈ ഫെൻസ് പെടുന്നു. ഞാൻ ഈ വീട് പണിക്ക് ആവശ്യമായ കുറച്ചിതിൽ എക്സ്ട്രാ ഒരു സ്റ്റേക്ക് ഉണ്ട്. എന്തായാലും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് കൊടുത്തേക്കാം. ഇനി നമുക്ക് സ്ലാബ് ഉണ്ടാക്കാം. ഞാൻ അതിനുവേണ്ടി 4 പ്ലാന്റ് അടുത്തെടുത്ത് വെച്ചിരുന്നു. ഉണ്ടാകാം. നമുക്ക് 4 പ്ലാന്റ് സ്ലാബിൻ്റെ ആവശ്യമുള്ളൂ. ക്രാഫ്റ്റിംഗ് ഇങ്ങനെ നമുക്ക് 6 കിട്ടുള്ളൂ. നമുക്ക് ആവശ്യമായ റിസോഴ്സൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഇതെന്തായാലും ഉണ്ടാക്കണം. ഈ സ്പോണർ പറയണമെങ്കിൽ ഇതിൻ്റെ വരണ്ടല്ലോ. അവിടെ ഈ അരിന്ന് നേരെ അങ്ങോട്ട് പോയാൽ മതി. ഇവിടെ നമ്മൾ നേരെ പോയാൽ ആ ഒരു സ്പോണറിൻ്റെ അടുത്ത് കേൾക്കണം. അപ്പോൾ ഞാനെന്തായാലും നേരെ നാട് സ്പോണറിൻ്റെ അടുത്തേക്ക് പോട്ടെ. ഞാനിപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട്. കുറച്ചുകൂടെ ഉണ്ട്. നമുക്ക് ബെഡ് കയ്യിലുണ്ട്. നമുക്ക് ഇങ്ങോട്ട് എടുത്തേക്കാം. നൈറ്റായി തുടങ്ങിയപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും സ്ലീപ്പ് ചെയ്യാം. കുറച്ചും കൂടി ഞങ്ങൾ മുകളിലാണ്. ഈ ഒരു ഇതും പാടെ കയറി കഴിഞ്ഞാൽ എത്തുന്നതിന് ആ കൊബ്ലിസ്റ്റോൺ വെച്ചാൽ കയറി കഴിഞ്ഞാൽ കണ്ടോ ഇതാണ്ടിരിക്കണം നമ്മളെ കറക്റ്റ്. ഇവിടുന്ന് നേരെ താഴത്തേക്ക് പോയാൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ സ്പോണറിൻ്റെ അടുത്ത് തന്നെ എത്തും. നമുക്ക് ബെഡൊന്ന് വിളക്കാം. നമുക്കിതിങ്ങനെ പൊട്ടിച്ച് നേരെ അടിയിൽ ആ സ്പോണർക്കേക്ക് എത്തുക. അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തന്നെ സ്ലീപ്പ് ചെയ്യാം. ഓക്കെ, ഞാനും ഇതിങ്ങനെ പൊട്ടിക്കട്ടെ. അതോടെ നമുക്കിന്നിങ്ങനെ ക്ലോസ് ചെയ്ത് കൊണ്ട് അടിയിൽ പോകാം. ഞാൻ ഇതിൽ നൈറ്റ് വിഷൻ്റെ ഒരു പാക്ക് എനേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കിട്ടുക നമുക്ക് എന്തായാലും ഇങ്ങനെ കാണും. ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അത് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിങ്ങനെ താഴത്ത് പോവാം. ഓക്കെ, അതിനൊപ്പം തന്നെ ഞാനിങ്ങനെ മുകളിൽ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് വരികയാണ്. എന്നാൽ പിന്നെ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അടിയിലേക്ക് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ സ്പോണറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ താഴത്ത് പോകാനുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ടോർച്ചൊക്കെ വെച്ച് ലൈറ്റ് ചെയ്തുകൊണ്ട് എന്തായാലും സ്കെൽട്ടണൊന്നും ഇപ്പോൾ സ്പോൺ ആവില്ല. ജസ്റ്റ് ഒന്നും ഞാൻ ഇതുവരെ ലൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ എന്തായാലും ഒന്ന് ലൂട്ട് ചെയ്യണം. അതാണ് ഞാൻ 4 സൈഡിലായിട്ട് ടോർച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ജസ്റ്റ് നമുക്കിപ്പോൾ 4 റെഡ് സ്റ്റോണ്, 8 സ്ട്രിങ്, മ്യൂസിക് ഡിസ്ക് ഉണ്ട്, പിന്നെ കോള്, ഗൺ പൗഡർ, ഇതൊക്കെ ഉള്ളത്, ഓട്ടം ബ്രഷ്, ഇതൊക്കെ
കുറെ ചവറാണ്, ആവശ്യമില്ലാത്തതാണ്. നമുക്ക് ഇനി എന്തായാലും മറ്റേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കണം. ഈ ജസ്റ്റ് ഇപ്പം എന്തായാലും ഇങ്ങനെ ഞാൻ ലൂട്ട് ചെയ്യാതെ വെച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് ഞാൻ ഇങ്ങനെ രണ്ടും പൊട്ടിച്ചെടുക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ തന്നെ വരും. അടുത്ത ജസ്റ്റ് ഓപ്പൺ ആക്കാം. നെയിം ടാഗ് ഉണ്ട് കേട്ടോ, 12 പോൺ കിട്ടിയിരുന്നു. അതേപോലെ തന്നെ നെയിം ടാഗ് സാഡില്, ഈ നെയിം ടാഗും സാഡിലും നമുക്ക് കിട്ടാൻ കുറച്ച് റിസ്ക് ആണ്. എന്തായാലും നമുക്ക് കിട്ടിയത് നന്നായി. കുറച്ച് 2 ഗൺ പൗഡറും ഉണ്ട്. നമുക്ക് ഇതാണ് പൊട്ടിച്ചെടുക്കാൻ, കൈ കൊണ്ട് തന്നെ പൊട്ടി. അതാണ് കോളുണ്ടോ ഇല്ലേ എന്നുള്ള അറിയില്ല, രണ്ടും പൊട്ടിക്കാം. ഓ നമ്മുടെ ഇൻവെന്ററി ഫുള്ളായിന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ ആക്സ് ഉണ്ടായിരുന്നു, എന്നിട്ടാ ഞാൻ അങ്ങനെ കൈകൊണ്ടിട്ടേ. ആവശ്യമില്ലാത്ത കുറേ ബ്ലോക്കൊക്കെ ഉണ്ട് ഏസിൻ്റെ അടുത്ത്. അപ്പൊ എന്താ നമുക്ക് ഇനി ചെയ്യാനുള്ള പറഞ്ഞാൽ ഇവിടെ മുകളിൽ ഒരു ലെയർ ഇതേപോലെ ഫില്ല് ചെയ്യണം. ഈ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാൽ ഈ സ്പൂണിൽ നിന്ന് 4 സൈഡിക്കും 4 ബ്ലോക്ക് ഡിസ്റ്റൻസിൽ നമുക്ക് ഇങ്ങനെ കളക്കാണ്ട്. ഇപ്പോൾ ഓൾറെഡി 2 ഉള്ളൂ. നമുക്ക് ഈ 4 ബ്ലോക്ക് ആക്കാൻ വേണ്ടി 2 അങ്ങോട്ട് കളക്കാം. അതേപോലെ ഹൈറ്റ് 3 ബ്ലോക്കും വേണം. അതേപോലെ നമുക്ക് ഈ സൈഡിലും ചെയ്യാം. 3 ബ്ലോക്ക് ഹൈറ്റിൽ 2 ടോട്ടലി 4 ബ്ലോക്ക് ഡിസ്റ്റൻസിൽ. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ മൈൻ ചെയ്യണത്. ഇവിടെ ഇപ്പോൾ 2 ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ 2 അങ്ങോട്ട് എക്സ്ട്രാ എടുക്കാം. പൊട്ടാത്തില്ല, ഏതാണ് ബഗ് നല്ല ഉണ്ട് കേട്ടോ. ഓ അവിടെ കേവാണ്, നമുക്ക് എന്തായാലും ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ക്ലോസ് വെച്ച് തന്നെ ക്ലോസ് ചെയ്യാം. അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പം നമ്മളെ മാർക്ക് ചെയ്ത ഏരിയ എന്നൊക്കെ ഓരോരോ ബ്ലോക്കും അതേ ഡിസ്റ്റൻസിൽ നമുക്ക് തന്നെ പൊട്ടിച്ചെടുക്കണം. ഞാനൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇൻവെന്ററി ഫുൾ ആയതുകൊണ്ടിട്ടൊന്നും നമ്മൾ ഇൻവെന്ററി കയറിയിട്ടില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് 3 ബ്ലോക്ക് ഡിഗ് ചെയ്യണം. ഇതേപോലെ എല്ലാ സൈഡും എല്ലാ ബ്ലോക്കിൻ്റെ അടിയിലേക്ക് നമുക്ക് 3 ബ്ലോക്ക് ചെയ്യാണ്ട്. അത് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഒക്കെ അങ്ങനെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ അടിയിലേക്ക് എല്ലാ ബ്ലോക്കും അങ്ങനെ ഡിഗ് ചെയ്ത് 3 ബ്ലോക്ക് ചെയ്ത് ഡിഗ് ചെയ്തിട്ട് മുഴുവൻ ക്ലീൻ ആക്കിക്കണം. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് നേരത്തെ പറ്റി. ഞാൻ വെറും ബക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. ശരിക്കും വേണ്ട വാട്ടർ ബക്കറ്റാണ്. വാട്ടർ ഫില്ല് ചെയ്യാൻ മറന്നു. പിന്നെ ഞാൻ വന്ന അതേ വഴി ഞാൻ മുകളിലോട്ട് പോയിട്ട് വാട്ടർ ഫില്ല് ചെയ്ത് കൊടുന്നു. അതേപോലെ തന്നെ ഇൻവെന്ററി ക്ലീൻ ആക്കുകയും ചെയ്തു. വീട്ടിലെ ഗസ്റ്റിലൊക്കെ കൊണ്ടുപോയിട്ട് കുത്തി നിറച്ചു. പിന്നെ നമുക്ക് ഈ 2 വാട്ടർ വെച്ചിട്ട് ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് നമുക്ക് സെറ്റ് ചെയ്യണം. ടോട്ടൽ 4 വാട്ടർ ബക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. മൊത്തപ്പോൾ 2 ബക്കറ്റേ ഉള്ളൂ. ആ 2 വെച്ചിട്ട് നമുക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് പൊളിച്ചെടുക്കട്ടെ. 4 എടുക്കാലോ. ഓക്കെ, ഇവിടെയും കൂടെ അങ്ങോട്ട് എടുക്കാം. ഈ വെള്ളം അങ്ങോട്ട് വരാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഫില്ല് വെക്കാം. ഓ മുകളിലും കൂടി വിളിക്കല്ലേ. ഈ 2 അവിടെ പൊളിച്ചാൽ മതിയായിരിക്കും. നമുക്ക് ഒരു ബക്കറ്റ് എടുത്ത് ആ കോർണറിലും അത് തന്നെ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയേക്കാം. ഈ ബക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോർണറിൽ വെക്കാം. യെസ്, ഇപ്പം അത് ഇൻഫിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന് 2 ബക്കറ്റിലും വെള്ളം നിറക്കാം. ഫസ്റ്റിന് ഇതെടുത്തിട്ട് ഒന്ന് ഈ കോർണറിൽ വെക്കുക. അതേപോലെ തന്നെ ഒന്ന് നേരെ ഈ കോർണറിൽ വെക്കാം. ഇനി നമുക്ക് 2 ബക്കറ്റും കൂടെ എടുക്കണം. അതും ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കിത് ഫില്ല് ചെയ്യാം. ഈ വാട്ടറിൻ്റെ ആവശ്യമില്ല. ഓ നമുക്കിത് വാട്ടർ വെച്ചിട്ട് പിന്നെ ഒരു ബക്കറ്റിനും കൂടി വാട്ടർ നിറക്കായിരുന്നു. ഞാൻ എന്തായാലും ചെയ്തില്ല.
അതൊക്കെ മൊത്തത്തിനൊന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാൻ പറഞ്ഞാൽ നേരത്തെ നമ്മൾ ആ 2 ഏരിയയിൽ വാട്ടർ വെച്ചിട്ടുണ്ട്, 2 കോർണറിലായിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടത്തെയും 2 കോർണറിലായിട്ട് വെക്കണം. ഒരു ബക്കറ്റ് ഇവിടെ വെക്കുക, ഈ ബക്കറ്റ് എടുത്തിട്ട് ഈ കോർണറിലും വെക്കുക. അത് നമ്മൾ കറക്റ്റ് ഒരു പോയിന്റിക്ക് വന്ന് വേണ്ടത് നമ്മുടെ സ്പോണിൻ്റെ നേരെ താഴെ ബ്ലോക്കിൽ നമ്മൾ വെള്ളം ഉണ്ടാവില്ല അവിടെ വന്നിട്ട് നമ്മൾ ലാൻഡ് ആവുക. അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് അടിയിലേക്ക് 11 എത്ര ബ്ലോക്ക് ഡിഗ് ചെയ്യാണ്ട് എന്താ ഞാൻ താഴത്തേക്കൊന്നിങ്ങനെ കളിച്ചു പോട്ടെ. ഇതിൻ്റെ താഴത്താണ് ഞാൻ പറഞ്ഞ കേവ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ബ്ലോക്ക് വെച്ച് അടിയിലേക്ക് പോകുന്നുള്ളൂ. ഞാൻ എന്തായാലും ക്രൗച്ച് ചെയ്തിട്ട് 2 ബ്ലോക്ക് രീതിയിലാണ് ഞാൻ ഇങ്ങനെ കളക്കണം. ശരിക്കും നമുക്ക് നേരെ അടിയിൽ പോയാൽ മതി. അടിയിൽ കേവ് ഉള്ള എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോണത്. ചിലപ്പോൾ ഞാൻ എന്തായാലും നേരെ ആ കേവിലോട്ട് ചാടിയേക്കും ചെയ്യാം. അതിപ്പോൾ ഞാൻ ഒരു ബ്ലോക്കാണ് ഇങ്ങോട്ട് ഇപ്പോൾ കളിച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെയും കൂടി അങ്ങോട്ട് എടുക്കണം. ഓക്കെ, ഈ ഒരു രീതിക്ക് നമുക്ക് ഇങ്ങനെ താഴത്തോട്ട് പോവാം. അതേപോലെ എനിക്ക് നല്ലത്. ഞാൻ എന്തായാലും അടിയിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓ കണ്ടോ, ഗ്രാവലൊക്കെ അവിടെ അടിയിൽ കാണുന്നു. ഇതാ ഞാൻ അങ്ങനെ കേവിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. എന്താ നമുക്ക് ഈ ഭാഗത്തിൻ്റെ ആവശ്യമില്ല, ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. മുഴുവനായിട്ട് ക്ലോസ് ചെയ്യണം, നമുക്ക് പിന്നെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വെളിച്ചം കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മൂവ്സ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പം നൈറ്റ് ടീ ഷർട്ട് കൊണ്ടാണ് ഇത്രയും തെളിച്ചത്ത് കാണുന്നത്, അല്ലെങ്കിൽ കുറച്ചൊക്കെ എന്തായാലും ഡാർക്ക് തന്നെ ആയിരിക്കും. കുറേ ടോർച്ച് ഞാൻ വെച്ചിരിക്കണു. ഓരോ ഏരിയയിൽ നിന്ന് ഇങ്ങനെ അയൺ എടുക്കാൻ മുകളിലൊക്കെ അടിയിലൊക്കെ ആയിട്ട് അങ്ങനെ ടോർച്ച് വെച്ചിട്ടാണ്. നമുക്ക് ഇനി എത്രത്തോളം അടിയിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുന്ന അത്ര എന്തായാലും നമുക്ക് പോവാം. ഇത് ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാം. നേരത്തെ മാതിരി തന്നെ നമുക്ക് ഒന്നുകൂടെ അങ്ങനെ കളിച്ച് നോക്കാം. ഇവിടെ കുഴപ്പമില്ല. ഇനി ഈ ഏരിയ നോക്കട്ടെ, ഇവിടെയും കുഴപ്പമില്ല. നമുക്ക് ഒരു ബ്ലോക്ക് കൂടെ താഴത്തേക്ക് പോകാൻ പറ്റുമോ? ഓ ഇനി എന്തായാലും നമുക്ക് അടിയിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെയൊക്കെ നമുക്ക് അടച്ചെടുക്കാം. ഇതും കൂടെ ഓക്കെ. ഇനി ഈ ഒരു ഏരിയ ആവശ്യമില്ല, അതും കൂടെ നമുക്കിങ്ങനെ അടക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാൽ 5x5 ഒരു റൂം നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനങ്ങനെ അതും റെഡിയാക്കി എടുക്കണം. നമുക്ക് ഇനി ഇവിടെ ചെസ്റ്റ് വെക്കാം, 2 കോർണറിൽ തന്നെ വെക്കാം. ഇനി നമുക്ക് കോപ്പർ വെക്കണം, ബക്കറ്റ് മാറ്റിയതല്ലേ. പിന്നെ ട്രാപ്പ് ഡോറും കയ്യിലെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് സ്ലാബ് എടുക്കാം. സ്ലാബ് നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഈ ഹോപ്പർ ചെസ്റ്റ് കണക്ട് ചെയ്തിട്ട് സൈഡിൽ വെച്ചെടുക്കാം. ഇനി സ്ലാബ് ഒന്ന് ഇതിൻ്റെ മുകളിൽ, അതുപോലെ തന്നെ ഒന്ന് ഈ ഒരു സൈഡിലും മറ്റൊന്ന് ഈ സൈഡിലായിട്ട് നമുക്ക് വെക്കണം. ഇനി ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഞാൻ അയൺ തന്നെ എടുക്കാൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേതാണെങ്കിൽ ഇങ്ങനെ ഓൺ ആവും ഓഫ് ആവുക ചെയ്യും. ഇതാകുമ്പോൾ പിന്നെ ആ കുഴപ്പമില്ല, ലിവറും ഇതൊക്കെ വേണ്ടതുകൊണ്ട്. ഇനി എനിക്ക് ചെയ്യണം ഒരു 5 ബ്ലോക്ക് ഡിസ്റ്റൻസിൽ നമുക്ക് മുകളിലോട്ട് പോകാണ്ട്. അത് ഒന്ന് ഏറ്റവും മുകളിൽ പോകാൻ. അതേപോലെ തന്നെ നമുക്ക് സ്പോണറിന് ചുറ്റും വെച്ചാൽ ടോർച്ച് നമുക്ക് പൊട്ടിച്ചെടുക്കണം. നമുക്ക് ഇവിടുന്ന് ഇനി നേരെ മുകളിലോട്ട് പോവാം. ഒരു 4 ബ്ലോക്ക് ഡിസ്റ്റൻസ് ആയിട്ടുള്ളൂ. ഒരു ബ്ലോക്കും കൂടെ അപ്പുറത്ത് പോകണം. എന്തായാലും എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതില്ല ലാഡർ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഓൾറെഡി ഉണ്ട്, വുഡും ഉണ്ട്. നമുക്ക് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാഡർ ഉണ്ടാക്കി മുകളിലെത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ അപ്പം മുകളിലെത്തിയിട്ടുണ്ട്. ലാഡർ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതുവരെ ഞാൻ കൊടുന്നു. ഇനി നമുക്ക് മുകളിലേക്ക് പോകാണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. ഇവിടെ ഞാൻ ഇപ്പോൾ ബ്ലോക്ക് പൊട്ടിച്ചെടുത്തിട്ടാണ്. ഇപ്പോൾ ഞാനുള്ളത് നേരെ സ്പോണറിൻ്റെ നേർക്ക് നേരെ ഉള്ളത്. നമുക്ക് എന്തായാലും സ്പോണറിൻ്റെ അടുത്തേക്കൊന്ന് ബ്രിഡ്ജ് ചെയ്ത് പോകാണ്ട്. അവിടുത്തെ ടോർച്ചുകളൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ സ്കെൽട്ടൺ സ്പോൺ ആവുള്ളൂ. മുമ്പാടെ ഇവിടെ ഒരു ബ്ലോക്കും അവിടെ വെക്കാല്ലേ, പിന്നീട് പൊട്ടിച്ചാൽ ഈ ടോർച്ചും പൊട്ടിക്കുക, ഇതും പൊട്ടിക്കുക. ബാക്ക് വരും. ഇതിപ്പോൾ നൈറ്റ് ഷർട്ട് കൊണ്ട് എത്ര ഇതിൻ്റെ വെളിച്ചം എന്നുള്ളതൊന്നും എനിക്കറിയില്ല.
എന്തായാലും ഈ ഒരു സ്ലാബ് എടുക്കാം. ഈ ബ്ലോക്കും എടുക്കാം. അതങ്ങനെ വെളിച്ചം കുറവാണ് ഈ സ്കെൽട്ട സ്പോൺ ആവണ്ട. ഇത് പൊട്ടി നമുക്ക് എന്തായാലും അതിൻ്റെ മുകളിലൊരു സ്ലാബ് വെക്കണം, അല്ലെങ്കിൽ സ്കെൽട്ട അതിൻ്റെ മുകളിൽ സ്പോൺ ആവും. ഈ ടോർച്ചും പാടെ പൊട്ടിക്കാം. ഓ ലാഗ് സ്പോണായി എന്നാ തോന്നണേ. പക്ഷേ രണ്ടെണ്ണം സ്പോൺ ആയിട്ടുണ്ട് കേട്ടോ. ഇവന്മാരെന്തടേ കുഴിന്ന് വരെയാണ് അമ്പിടുന്നേ. കുഴി പോലെ അഹങ്കാരം ചെയ്യലാണ്. നമുക്ക് ഇതെന്തായാലും ഒന്ന് ക്ലോസ് ചെയ്യാം. താഴത്തേക്കൊന്ന് പോയോക്കട്ടെ എന്തൊക്കെ ആയി നോക്കാം. യെസ്, നമ്മളെ ഫാമിന് വർക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇവന്മാരെ നമുക്ക് കൊല്ലാം. എന്തായാലും ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് AFK നിന്നിട്ട് അതിന് ശേഷം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പോൾ 10 മിനിറ്റ് AFK എന്നിട്ടുള്ള നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ലൂട്ട് നോക്കാം. എൻ്റെ കയ്യിലുള്ള ബോണും പാടെ കൂട്ടുകയാണെങ്കിൽ ഒരു സ്റ്റാക്കിന് മുകളിൽ നമുക്ക് ബോണായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ബോയും ഉണ്ട്, കുറച്ച് ആരോമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ലൂട്ട് കിട്ടി. നല്ല രീതിക്ക് തന്നെ ഇത് വർക്കിംഗ് ആണ്. ഇൻഡെക്സ് ഇപ്പോൾ 9-19 ഇവന്മാരെ തീർത്തിട്ട് തട്ടാത്തും. അങ്ങനെ അതോടിച്ചു കഴിച്ചോണ്ട് ചെറുവന്മാരിപ്പൊന്നും ചാവില്ല. എന്നാൽ ഞാൻ ഇവിടെയൊക്കെ ലൈറ്റ് ചെയ്ത് മുകൾക്കെത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ മുകൾക്കെത്തിയിട്ടുണ്ട്. കുറച്ച് ലേഡർമാർ എനിക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ കോഴ്സാണ് മറ്റും ഡയറക്റ്റ് ആകട്ടെ. ഓക്കെ, നല്ലതും റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ഇറ്റ്സ് മീ റോണി സൈനിങ് ഔട്ട്. ബൈ ബൈ.